കിടന്നോളൂ. നേഴ്സ്, ടൂൾസ് എടു. നൈസിനെടുക്കും. പിന്നെ ബഹളൊന്നും എനിക്കെങ്ങനെ അറിയാം? അയ്യോ, മിനിറ്റ്. ചെറിയ പിസാഗോപുരത്തിന് ചരിവുണ്ടെന്ന് ആരാ പറഞ്ഞത്? എന്താ ഡോക്ടറെ? അനങ്ങരുത്, ഞാൻ പിടിച്ചോളാം. അങ്ങനല്ല. കൈ പിടിച്ചോ. ഡോക്ടറെ ഇടത്തോട്ട് പോട്ട്, കുറച്ച് ഇടത്തോട്ട് പോട്ട്, കുറച്ച് വലത്തോട്ട് വാ. ഞാൻ ഡ്രൈവിംഗ് സ്കൂളിൽ എച്ചെടുക്കുന്നതാണോ? ഒരു പല്ലെടുക്കുന്നതല്ലേ? കറക്റ്റായിട്ട് പറഞ്ഞു തന്നല്ലേ. അങ്ങോട്ട് മാറിയേക്ക്, ഞാൻ നോക്കാം. ഒരു മിനിറ്റ്. അയ്യോ അല്ലേ, ഇതല്ല. ഇതാണോ നോക്കൂ. ഒരു മിനിറ്റ്. അയ്യോ ഇതുമല്ല. അല്ല, ഒരു മിനിറ്റ്. അയ്യോ ഇതുമല്ലെന്ന്. അല്ലേ, അനങ്ങല്ലേ വൈറ്റ്. എന്താന്ന് ആകെ ഉണ്ടായിരുന്ന കാണാൻ പറ്റണൊക്കെ വലിച്ചൂരി എടുത്തിട്ടുണ്ട്. സ്വർണ്ണപ്പല്ല് കാണാനില്ല. എടാ നിങ്ങൾ എന്തോന്ന് ഡോക്ടർ എന്നത്? കുറെ നേരം ആയാലോടെ എന്തൊക്കെ സംസാരിച്ചോണ്ടിരിക്കുന്നു. എടാ എന്റെ പല്ലെടുത്ത് ഇരുന്നാണ് പോവാനാ നമുക്ക്. പല്ലൊക്കെ എടുത്ത് ഇരുന്നോ? പല്ലൊക്കെ എടുത്ത്. പക്ഷേ അപ്പൂപ്പന്റെ വായു കുറെ പല്ലില്ലായിരുന്നോ? 10-36 ഉണ്ടായി. അതായ കാലത്ത് പെണ്ണുങ്ങൾ അടിച്ച് പൊളിച്ചു. അതല്ല ഞാൻ പറഞ്ഞത്. അപ്പൂപ്പന്റെ വായിൽ ഈ നീളത്തിലൊരു സാധനം ഇല്ലായിരുന്നു. ഉണ്ട്, എന്റെ നാക്ക്. അത് ഈ നീളമുണ്ട്. അതല്ല ഞാൻ പറഞ്ഞത്. അപ്പൂപ്പന്റെ വായിൽ ഒരു സ്വർണ്ണ പല്ലുണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. അതെവിടെ? ഇവനെ ഭണ്ഡാരം അടങ്ങാനായിട്ട്. അപ്പൂപ്പ ഞാൻ പറയുന്ന അപ്പൂപ്പ ശ്രദ്ധിച്ചു കേൾക്കണം. അപ്പൂപ്പ ഓർമ്മ വരാത്തോണ്ടായിരിക്കും കേട്ടോ ഞാൻ പറയാം. അപ്പൂപ്പ കഴിഞ്ഞ പ്രാവശ്യം ഉത്സവത്തിന്റെ അന്ന് കീരി വാസുവായിട്ട് അപ്പൂപ്പന്റെ ഒരു അടി ഉണ്ടായില്ലേ? ഉണ്ടായ അപ്പൊ കീരി വാസു ചെബുക്കൻ നമ്പോളക്കാരെ അടി അടിച്ചോ? അപ്പൊ അപ്പൂപ്പന്റെ 4ാമത്തെ അണപ്പല്ല് ഇളവി പോയോ? അപ്പൂപ്പ കേസാകാതിരിക്കാൻ വേണ്ടിട്ട് അവരൊരു 1.5 പവന്റെ സ്വർണ്ണപ്പല്ല് വെച്ച് തന്നോ? ആ പല്ല് എവിടെ? അതേത് മക്കളെ? എന്റെ അപ്പൂപ്പനായി പോയി. അപ്പൂപ്പ നമ്മളെ വീടിന്റെ പടിഞ്ഞാറ് മെരഞ്ഞാ താമസിക്കുന്ന ആര്? സുമതി. അതിനൊരു ഗുരുവും ഇല്ല.